ഹായ് ഫ്രണ്ട്സ്, ആൻറ്റി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ വേപ്പ് ഉണ്ടെങ്കിൽ, നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് നമ്മളൊരു കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ മുറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വീണ്ടും നല്ല ചെനപ്പുകൾ വരും. അതിനുശേഷം നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അതിനായിട്ട് വേപ്പിലേക്ക് നന്നായിട്ട് കഴുകി വെള്ളം ഉണക്കി എടുക്കണം. ഒരു കൊട്ടയിൽ ഇട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്കൊരു ഉരുളിയിലിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരിപ്പ്, പിന്നെ പുളി, സാമ്പാറിലേക്ക് ഇടുന്ന പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വേണം. അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതേപോലെ പൊടിയുന്ന വിധത്തിലാവുമ്പോൾ ഇറക്കി നമ്മൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം പരിപ്പ് കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്നത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നാളികേരം ചിരകിയത് വേണം, കായംപൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇപ്പോൾ നാളികേരം നമുക്കൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സാധനങ്ങളും വേറെ വേറെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഓരോന്നും പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം അവസാനം നാളികേരം ചിരകിയത്, മുളക്, ഉണക്കമുളക് എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്ത് പൊടിച്ചെടുത്ത് നമുക്ക് ആ വേപ്പിലയെല്ലാം പൊടിച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം പരിപ്പ് ചൂട് പോയപ്പോൾ പരിപ്പ് വറുത്തത് പൊടിച്ചെടുക്കുകയാണ്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. പരിപ്പ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. അതൊരു പാത്രത്തിലെടുത്ത് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം വേപ്പില മാത്രമായിട്ട് പൊടിച്ചെടുക്കുകയാണ്. വേപ്പില നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നാളികേരം ഫ്രൈ ചെയ്തത്, ഉപ്പ്, നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, കായംപൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അത് ആദ്യം നമ്മൾ പൊടിച്ച് എല്ലാം കൂടി ഒരു വലിയ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുകയോ ചെയ്യാം. നമുക്ക് ചോറിൻ്റെ സൈഡായിട്ട് ഒരു ചട്നിയായിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. വേപ്പില വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ വിറ്റാമിനുകളും ഒക്കെ അടങ്ങിയതാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു കൂട്ടുകറി ഉണ്ടാക്കാം. കടലയും സോയാബീനും കായ എല്ലാം ഉപയോഗിച്ച് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് സോയാബീൻ നല്ല ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലിട്ട് വേവിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാളികേരം ചിരകിയത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് നാളികേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് അരച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം നമ്മുടെ പച്ചക്കറികളും സോയാബീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കുക്കറിലിട്ട് വേവിച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കപ്പ ചേർത്തിട്ടുണ്ട്, കായ ചേർത്തിട്ടുണ്ട്, കുമ്പളങ്ങ അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നാളികേരം ചിരകിയത് ഇത് മിക്സിയിലിട്ട് അരച്ച ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. കുറച്ച് നാളികേരം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തത്. അത് നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം അരയാതെ അധികം ബ്രൗൺ ആകാതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷമാണ് ആ നാളികേരം ഞാൻ അരച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാറ്റി വെച്ച തേങ്ങ ബ്രൗൺ കളറായി എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓണത്തിനൊക്കെ സദ്യയ്ക്ക് ഉപയോഗിക്കുന്ന ആ കൂട്ടുകറിയെ പോലെയുള്ളൊരു കൂട്ടുകറിയാണിത്. അതിനുശേഷം ഞാൻ കടുക് താളിക്കുകയാണ്. കടുക് ഒരു ചീനച്ചട്ടിയിലിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കാം. അതിൽ ഞാൻ സവാളയൊന്നും വറുത്തിടുന്നില്ല. ഉണക്കമുളകും വേപ്പിലയും മാത്രമാണ് വറുത്തിടുന്നത്. കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. വറുത്തൊക്കെ ഇട്ടപ്പോൾ ഈ കറിയുടെ നല്ല സ്മെല്ലാണ്. നമുക്ക് വായിൽ വെള്ളം വരുന്ന പോലെയുള്ളൊരു അനുഭവം ഉണ്ടാകും. ആ കൂട്ടുകറി റെഡിയായി. അടുത്തതായി നമുക്ക് ഒരു തക്കാളി കറി ഉണ്ടാക്കാം ഒഴിച്ചുകറിയായിട്ട്. ഈ 3 കറികളുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചോറുണ്ണാനായിട്ട് സാധിക്കും. അതിനായിട്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മസൂർ ദാലാണ്. നാളികേരം ചിരകിയത്, അതിലേക്ക് ഒരു നുള്ള് നല്ല ചെറിയ ജീരകവും ഒരു തണ്ട് വേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മസൂർ ദാലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് തക്കാളി വെന്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. പിന്നെ ഞാൻ കുക്കറൊന്ന് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കഴുകി അത് ഒന്ന് ഒഴിക്കുന്നുണ്ട്, കുറച്ചുകൂടി ലൂസാക്കി എടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അതിനുശേഷം നാളികേരം അരച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഉടനെ തന്നെ ഞാൻ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഉണക്കമുളക്, വേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ചേർത്ത ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ മസൂർ ദാൽ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്.